ഹലോ, നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ മൂന്നാർ തേക്കടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കമ്പം തേനി വഴി കോയമ്പത്തൂരോട്ടുള്ള പോക്കിൽ തേനിയിൽ നമ്മൾ മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ജെനിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മുന്തിരി തോപ്പാണ് നമ്മൾ കാണാൻ പോയത് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ കാണാനുള്ള ഭംഗിയുള്ളൂ. എനിക്ക് മുന്തിരിയൊന്നും കഴിച്ചിട്ട് പിന്നെ ഇവരതിനകത്ത് എന്തൊക്കെയോ വിഷമൊക്കെ അടിക്കുന്നതാണ്, നമുക്ക് കഴുകാതെ കഴിക്കാനും പറ്റില്ല. എങ്കിലും ഞാൻ ഒരെണ്ണം പറിച്ച് കഴിച്ച് നോക്കി. വലിയ മധുരമൊന്നുമില്ല, പക്ഷെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഇങ്ങനെ ഭയങ്കര രസമാണ്. പക്ഷേ ആ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനും നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ ഈ കുറേ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൽ കാണാൻ ഭംഗിയായിട്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് വൈൻ വാങ്ങി. പിന്നെ മുന്തിരിയുടെ തയ്യും അവർ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്തിരി ഇങ്ങനെ നമ്മൾ കുറച്ച് എന്തായാലും ഇവിടുന്ന് ഡയറക്റ്റ് വാങ്ങുവാണല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് മുന്തിരി മാത്രം നമ്മൾ വാങ്ങി കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കാമല്ലോ, നാത്തൂൻ്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് മേമയാണ്, പ്രശേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാ വത്സമേമ. മേമയും നമ്മൾ വന്നു കഴിഞ്ഞ് നമുക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ മേമയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് മേമയും കൂട്ടിയിട്ട് നമ്മൾ പോകുന്നത് ഇഷ യോഗ സെൻ്ററാണ്. ഇതിവിടുത്തെ ഒരു മേജറായിട്ടുള്ളൊരു സ്പിരിച്വൽ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. വെള്ളിയങ്കിരി മൗണ്ടൻസ്, വെള്ളിയാങ്കിരി അങ്ങനെയാന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ രാവിലെ 6 തൊട്ട് രാത്രി 8 മണി വരെ ഇവിടെ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ട് ഇവിടെ. ബാംഗ്ലൂരിലും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഇത് പോയിട്ടില്ല. ഞാൻ റീൽസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതാണ് 112 ഫുട്ട് സ്റ്റീൽ ബസ് ഓഫ് ലോർഡ് ശിവയാണ്. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ലാർജസ്റ്റ് ബസ് സ്കൾപ്ചർ എന്നറിയപ്പെടുന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു 3D ലൈറ്റ് ഷോ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ആദിയോഗി ദിവ്യദർശനമൊക്കെ ഒരു 7 മണി ആ ടൈമിലൊക്കെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ ധ്യാനലിംഗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെഡിറ്റേഷൻ പ്ലേസ് ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ട്രിപ്പ് മുഴുവനും നമുക്ക് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഷോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു ദർശനമൊക്കെ നമ്മൾ പൂജയും അതൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാനുള്ള റൂമിൽ കയറി നമ്മൾ അതൊന്നും ചെയ്തില്ല. നമ്മൾ ഈവനിങ്ങും ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പോയി ലൈറ്റ് ഷോ കാണാം എന്നുള്ള ഒരു മെയിൻ ഇതിലും. പിന്നെ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പോയത് കേട്ടോ. എന്തായാലും ഇനിയൊരു ദിവസം പോകുമ്പം അതിൻ്റെ പുറകിലോട്ടൊക്കെ കുറേ നടന്ന് കാണാനും അമ്പലവും നന്ദിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും പോകാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ പിന്നെ തിരിച്ച് പിള്ളേരെയും കൊണ്ട് വരുന്ന വഴിക്ക് മേമയെ വീട്ടിൽ വിട്ടു. നമ്മളിവിടെ അടുത്തുള്ളൊരു മാളിൽ പോയിട്ട് അവരെ കളിക്കാൻ വേണ്ടിയിട്ട്, ഇത് തന്നെയാണല്ലോ കാർത്തിമോൻ എപ്പം ഇവിടെ കാനഡയിലാണെങ്കിൽ ആ കാസിൽ ഫൺ പാർക്ക് മാത്രമേ ഉള്ളൂ അടുത്തുള്ളത്. ഇവിടെ വന്നാൽ അവിടെ പോയാൽ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മിനി സോയിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു കാർത്തിയും തീർത്തയും കൂടെ. അങ്ങനെ അവരെ അവിടെയും കൊണ്ടുപോയി. നമ്മൾ പിന്നെ ഇവിടെ കുറേ നേരം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അച്ഛനും അമ്മയൊക്കെ അവിടെ, ചേച്ചിയും അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നു. ഞാനും സുരേഷേട്ടൻ നാത്തൂൻ്റെ ഹസ്ബൻഡ്, സുരേഷേട്ടനും പ്രശാന്തേട്ടനും ഞങ്ങളെല്ലാവരും പിള്ളേരുടെ കൂടെ നിന്ന് അവർക്ക് കളിക്കാൻ വേണ്ടുന്ന ഇതൊക്കെ ചെയ്യുമായിരുന്നു. നിവേദ്യ വന്നില്ല. നിവിക്ക് 10th കാരണം ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉള്ള കാരണം അവളെ നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അച്ഛൻ കണ്ടില്ലേ, ബോറടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം ഇതുപോലെ എന്തോ ഒരു ഗെയിം ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിൻ്റെ എന്തോ ഗെയിമാണ്. ഇത് തന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ കുറേ ഗെയിമൊക്കെ കളിച്ചു. അപ്പോഴത്തേനും എല്ലാവർക്കും നല്ലോണം വിശന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് KFC കഴിച്ചു. KFC പിന്നെ മതിയല്ലോ എല്ലാവർക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിൽ വന്നു, കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ പോവാം. യാത്ര പറച്ചിലുകൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. പ്രശ്നം ആകെ ഒരു പെങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ നമുക്കൊരു 2-2.5 മണിക്കൂറേ ഉള്ളൂ തൃശ്ശൂരോട്ട്. നമ്മളങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ നിൽക്കുന്നേക്ക് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അങ്ങനെ എന്തായാലും തീർത്ഥക്കുട്ടിയുടെ കൂട്ടുകാരൻ നിവിയുടെ ഒക്കെ ഫ്ലാറ്റിൽ ഇവിടെ അപ്പുറത്തൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ യാത്ര പറയാൻ അങ്ങനെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിയാവുന്നതിന് മുന്നേ വീട്ടിലെത്തണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.